കാലനെ ജയിച്ച മാർക്കണ്ഡേയന്റെ കഥ. വളരെ പണ്ട് തൃപ്രങ്ങോട്ട് മൃഗണ്ടു എന്ന ഒരു മഹർഷിയും അദ്ദേഹത്തിന്റെ ഭാര്യ മദ്രുവതിയും താമസിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞിട്ടും രണ്ടു പേർക്കും കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇതിൽ ദുഃഖിതരായ ഇവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. ഏറെ കാലത്തെ കഠിന തപസ്സിനൊടുവിൽ മഹാദേവൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: ഒന്നിനും കൊള്ളാത്ത 100 വയസ്സുള്ള മകനെയാണോ അതോ എല്ലാം തികഞ്ഞ 16 വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി. എങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘായുസ്സായി ഇരിക്കുന്നതിലും നല്ലത് എല്ലാം തികഞ്ഞ് അല്പായുസ്സായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് അറിയാവുന്ന അവർ രണ്ടാമത്തെ മകൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ഡേയൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് മിടുക്കനായി. മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും മദ്രുവതിയെയും അത്യധികം വേദനിപ്പിച്ചു. ഒടുവിൽ 16-ാം പിറന്നാളും കഴിഞ്ഞു. മാർക്കണ്ഡേയന്റെ ആയുസ്സിന്റെ അന്ത്യമെടുത്ത വിവരമറിഞ്ഞ് കാലൻ പോത്തിന്റെ പുറത്തേറി പുറപ്പെട്ടു. ഈ സമയം മാർക്കണ്ഡേയൻ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് കാലൻ തന്റെ പിന്നാലെ വരുന്നത് അവൻ കണ്ടത്. ഇത് കണ്ട് ഭയപ്പെട്ട മാർക്കണ്ഡേയൻ ശ്രീലകത്ത് കടന്ന് നാവാമുകുന്ദനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു: ഹേ മാർക്കണ്ഡേയ, കാലനുമായി ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ. അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക. അതിനൊരു വഴിയുണ്ട്. പടിഞ്ഞാറേ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ പോകുക. നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം. കാലൻ അടുത്തെത്തുന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്ക് എറിയുക. അങ്ങനെ പോയാൽ കാനലിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം. തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേയന് 12 കല്ലുകൾ സമ്മാനിച്ചു. പുറത്ത് കാലനെ കണ്ട ഭഗവാൻ ഉടനെ തന്റെ ശ്രീലകത്തിന്റെ പുറകിൽ ഒരു വാതിലുണ്ടാക്കി. മാർക്കണ്ഡേയൻ അതിലൂടെ ഇറങ്ങിയോടി. തുടർന്ന് വാതിലടച്ചു. പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല. നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ഡേയൻ ചെയ്തു. കാലൻ അടുത്തെത്തി എന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. കല്ലുകൾ 12ഉം തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെത്തും മുമ്പേ തീർന്നിരുന്നു. എങ്ങനെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ ആൽമരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. വഴി ചുറ്റിവരിഞ്ഞു പോയാൽ കാലൻ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയന് വഴിയുണ്ടാക്കാനായി ആൽമരം നെടുകെ പിളർന്നു. തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ഡേയൻ അവിടത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട് കോപാക്രാന്തനായ കാലൻ അവന് നേരെ കയറെറിഞ്ഞു. ശിവലിംഗവും മാർക്കണ്ഡേയനും അതിൽപ്പെട്ടു. ദേഷ്യത്താൽ കാലൻ കയർ പുറത്തേക്ക് വലിച്ചു. ഇളക്കം തട്ടിയ മാത്രയിൽ ശിവലിംഗത്തിൽ നിന്നും സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ അവിടെയുണ്ടായി. ഒടുവിൽ കോപാകുലനായ ഭഗവാൻ തന്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു. തുടർന്ന് മാർക്കണ്ഡേയനെ എന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. തുടർന്ന് തന്റെ ശ്രീകോവിലിൽ നിന്ന് 3 അടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി. ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു. ഇതാണ് തൃപ്രങ്കോട്ട് മഹാശിവക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ.